Good afternoon. Good afternoon, Miss. Good afternoon. മിസ്സിന് എന്താ സുഖമില്ല, മുഖം കണ്ടിട്ട് ഒരു മാതിരി. കുഴപ്പമില്ല. ഓക്കെ, എന്നാലും പ്രേയർ. മനീഷ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോട്ടോ. Lord, you are more precious than silver. Lord, you are more costly than gold. Lord, you are more beautiful than diamond. Nothing I desire to compare with you. Lord, I desire compare with you. Lord, thank you. Thoughts of the day, Vinita. Good evening, Mix. I am Vinita. Thought of the day: education is the key to unlock the golden door of freedom. സ്വാതന്ത്ര്യത്തിന് സുവർണ വാതിൽ തുറക്കുന്നതിനുള്ള താക്കോലാണ് ഈ ദിവസത്തെ വിദ്യാഭ്യാസം. താങ്ക് യു, മിസ്. Rafia. Okay. Started. Hi everyone. Today signing in Safia from Palakkad. Hello children, how are you? Hello children, how are you? Hello children, how are you? How are you today? I am fine, I am great. I am fine, I am great. I am fine, I am great. I am very well today. Hello children, how are you? Hello children, how are you? Hello children, how are you? How are you today? We are happy, we are excited, we are happy, we are excited, we are happy, we are excited to start our day. Hi everyone. All are happy now? Yes, okay. Let's start our class. ഓക്കേടാ, നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങളൊക്കെ ഭയങ്കര ഹാപ്പി അല്ലേ? ഓക്കെ, നിങ്ങള് യൂണിറ്റ് 2ന്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തോ? ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലേ? അതെ, ചെയ്തു മിസ്. കുഴപ്പമില്ലല്ലോ ക്വസ്റ്റ്യൻസ്? ഇല്ല, കുഴപ്പമില്ല. ഈസി ആയിരുന്നു അല്ലേ? അതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നില്ലേ? ഓ, അതില് 3 തെറ്റിപ്പോയി. ഓക്കെ, കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ വേറെ സെപ്പറേറ്റ് നിങ്ങൾക്ക് തരാറുണ്ട്. കൂടുതൽ അതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ്. ഇനി ഫുഡ് ന്യൂട്രീഷൻസ് ബാലൻസ് ഡയറ്റ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഫുഡിനെ കുറിച്ച് എന്താണ് അറിയുന്നത്? ഫസ്റ്റ് അത് പറയാം, അത് ഡിസ്കസ് ചെയ്യാം. ന്യൂട്രീഷൻസ് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ് കമ്പോണൻസ്. ദെൻ ബാലൻസ് ഡയറ്റ് എന്താണ്? ജസ്റ്റ് മീനിങ് മാത്രം ഒന്ന് പറഞ്ഞു പോവാം എല്ലാവരും. ഓക്കെ, ഫുഡ് അല്ലെ? ഫുഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് എന്താ വരുന്നത്? ഹെൽത്തി ഫുഡും വരുന്നുണ്ട്, എന്താണ് അൺഹെൽത്തി ഫുഡും വരുന്നുണ്ട്. അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മിസ്, ഇതൊക്കെ പറഞ്ഞു. ഞാൻ ഇതൊക്കെ പറഞ്ഞു. ഇനി ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡിന്റെ തൊട്ടാണെന്ന് തോന്നുന്നു നമുക്ക് പഠിക്കാനുള്ള. അല്ല, അതിന് മുമ്പത്തെ പാരഗ്രാഫ് പഠിപ്പിച്ചില്ലെന്ന് തോന്നുന്നു.
ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. കാരണമില്ല, എനിക്ക് ഓർമ്മയിട്ടില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മള് ആ ഹൈജീനിക്കിന്റെ കാര്യങ്ങളല്ലേ ഡിസ്കസ് ചെയ്തത്? അത് കഴിഞ്ഞ് അല്ല, ഒരു കാർബോഹൈഡ്രേറ്റും first വൈറ്റമിൻസിന്റെ paragraph കാര്യമൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് പറഞ്ഞ മിസ്സേ. ഓർമ്മയില്ലേ? ഫുഡ് നമ്മൾ ആൻഡ് മറ്റേ ന്യൂട്രീഷനിലെ ഫസ്റ്റ് വൈറ്റമിൻസിന്റെ പാരഗ്രാഫ് മിനറൽസ്. പറഞ്ഞു പോയതേ ഉള്ളൂ. അല്ല, ഫസ്റ്റ് മിസ് എക്സ്പ്ലെയിൻ പാരഗ്രാഫ് ചെയ്തു എടുത്തു. തന്നല്ലോ. പോസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. മിസ് തന്ന വർക്കില്ലേ, അസൈൻമെന്റ് പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞില്ലേ? അത് കഴിഞ്ഞിട്ട് ഈ പാഠത്തിന്റെ ഒരു കഴിഞ്ഞ ക്ലാസ്സിലല്ല, അതിന്റെ മുമ്പത്തെ അതിന്റെ ക്ലാസ്സിലാണ് പറഞ്ഞത്. ബാലൻസ്. ഓക്കെ, ഒന്നുകൂടി അതെ, പറഞ്ഞോളൂ കഴിഞ്ഞ ടീച്ചറെ, ക്ലാസ് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒന്നുകൂടി ഒന്നുകൂടി പറഞ്ഞോളൂ. പറയാം. മിസ്സേ കഴിഞ്ഞ ക്ലാസ്സിൽ ഹെൽത്ത് ആൻഡ് ഹൈജീനിന്റെ ആക്ടിവിറ്റി ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ മിസ്സിന് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മിപ്പിക്കാൻ പറഞ്ഞായിരുന്നു. എന്നോട് ഓർമ്മിപ്പിക്കാൻ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാൻ അതെ. അതാണ് പറയാൻ വന്നത്. മൊത്തത്തിൽ ഞാൻ കിളച്ച് മറന്നു വേണ്ട. പോകും, കാരണം ഒരുപാട് ക്ലാസ്സിൽ കയറുന്നില്ലേടാ, അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അത് സാരമില്ല മിസ്സേ, നമ്മൾ ഓർമ്മിപ്പിച്ചോളാം. താങ്ക് യു. ഞാൻ കാര്യം ചെയ്യാം. ഞാൻ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ബാലൻസ് ഡയറ്റിൽ കുറച്ച് പോർഷൻസ് എടുത്തതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റീസിലേക്ക് പോവാം. ഓക്കെ ഓക്കെ മിസ്സേ. ഓക്കെ, നമ്മള് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. അവർക്ക് പ്രോപ്പർ എമൗണ്ട് ഓഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പ്രോപ്പർ എന്ത് വേണം, ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം, ഹെൽത്തി ഫുഡ് വേണം. Preschool children need to get lot of nutrition and energy from their food as they growing and developing speedy as they have small stomach. നമ്മൾ എന്താണ് കുട്ടികൾ എന്ന് പറയുന്നത്? എങ്ങനെയാണ് അവർ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സ്പീഡിയാണ് അവരുടെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. വളർച്ചയും ഭയങ്കര സ്പീഡാണ്. കുട്ടികൾ പെട്ടെന്ന്, സാധാരണ നമ്മളെയൊക്കെ പോലത്തെ ആൾക്കാരെക്കാളും കൂടുതൽ പെട്ടെന്ന് അവരിൽ എന്താണ് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പൊ അതേപോലെ തന്നെ കുട്ടികളുടെ വയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൊമക്ക് നമ്മൾ ചെറുതാണ്. അപ്പൊ അതിലേക്ക് ആവശ്യമുള്ള, നമുക്ക് ആ കുട്ടിക്ക് ആവശ്യമുള്ള മാക്സിമം ഫുഡും നമ്മൾ അത് കൊടുക്കണം. The food they eat should provide energy nutrition in compact form. നമ്മൾ എല്ലാവരും കൂടെ ഉള്ള ഒരു compact ഫോമിലായിരിക്കും നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, ഫുഡ് കൊടുക്കേണ്ടത്. In lack of required measures of nutrition, the child face incapability to cope with the situation with this age. അതായത് കുട്ടിയുടെ ഏജിനനുസരിച്ച് നമുക്ക് പ്രോപ്പർ ആയിട്ട് ന്യൂട്രീഷൻ കിട്ടിയില്ലെങ്കിൽ ആ ഏജിനനുസരിച്ച് ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ടിവിറ്റീസ് ഒന്നും എൻഗേജ് ചെയ്യാൻ പറ്റില്ല. Therefore, both parents and teachers must see that the children get food required for their growth and power. അപ്പൊ നമ്മള് പാരന്റ്സും ടീച്ചേഴ്സും ഒരു കാര്യത്തിൽ ഉറപ്പ് വരുത്തണം, കുട്ടികളിലെ പ്രോപ്പർ അളവ് ഫുഡ് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തണം. They should be food which is wealth in carbohydrate, protein, minerals, vitamins. അപ്പൊ കുട്ടികൾ കഴിക്കേണ്ട ഫുഡ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, മിനറൽസ്, വൈറ്റമിൻസ്, ഈ 4 കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഫുഡ് ആയിരിക്കണം കൊടുക്കേണ്ടത്. The true food is highly required for normal functioning of human body and the preservation of its health. The input of excessive quantity of food will do more harm than good. സാധാരണയായിട്ട് നമ്മൾ കൂടുതൽ അളവിൽ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് എന്താ പറയാ, അമൃതം അധികമായ വിഷം എന്ന് നമ്മൾ പറയാറില്ലേ? അതേപോലെ തന്നെ ഫുഡിന്റെ കാര്യം അധികമായ അമൃതം വിഷമാണ്. അപ്പൊ ഫുഡ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ആവശ്യമുള്ള ഫുഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. അധികം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായ സൈഡ് എഫക്ട് വരും. Therefore, every human body has to regulate the input of food. നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ആ ഇൻപുട്ടിന്റെ അളവിൽ നമ്മൾ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടി വരും. കുട്ടികളാവുമ്പോൾ നമ്മൾ അവരെ ഇടവിട്ട് ഫുഡ് കൊടുക്കുക. നമ്മളൊക്കെ സാധാരണ 3 times ആണ് ഡെയിലി ഫുഡ് കഴിക്കണമെങ്കിൽ കുട്ടികൾക്ക് ഒരു 5 times വെച്ചിട്ട് നമുക്ക് ഫുഡ് കൊടുക്കാനായിട്ട് വരും. രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അവർ കുറച്ചേ കഴിക്കുള്ളൂ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ്. Then 11 o'clock ഒക്കെ ആകുമ്പോൾ ടിഫിൻ കൊടുക്കാം. 1 o'clock ആകുമ്പോൾ എന്തായിരിക്കും, ലഞ്ച് കഴിക്കും. പിന്നെ ഈവനിങ് എന്തെങ്കിലും സ്നാക്സ്. അത് സ്നാക്സ് എന്ന് പറയുമ്പോൾ ചിപ്സോ ഓയിലുള്ളതോ അങ്ങനെയൊന്നല്ല, വീട്ടിലുണ്ടാക്കുന്ന സാധാരണ ചെറിയ അടയോ അപ്പോ അല്ലെങ്കിൽ കോഴിക്കോട്ട അങ്ങനെ എന്തെങ്കിലും ചെറിയ സ്നാക്സുകൾ അല്ലെങ്കിൽ വല്ല ഫ്രൂട്ട്സ് അതെല്ലാം കൊടുക്കാം. അങ്ങനെ പിന്നെ ലഞ്ച്. ഇങ്ങനെയായിരിക്കും കുട്ടികളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഫുഡ് കൊടുക്കാനായിട്ട്. The quantity of food eaten is calculated in calories. നമ്മൾ ക്വാണ്ടിറ്റി കാലറി വെച്ചിട്ട് എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം. The quantity required depends upon various. ഓക്കെ, എല്ലാവർക്കും ആ പ്രശ്നമുണ്ടോ? സ്റ്റക്ക് ആയിരിക്കുന്ന പ്രശ്നമുണ്ടോ? ഇല്ല.
ഇല്ല. ഇടത്തോന്റെ റേഞ്ചിന്റെ പ്രശ്നം എന്താ? The quantity required depends upon various factors such as weight, amount of muscular work a person does, age, sex, climate, etc. ഇതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്തോരം ക്വാണ്ടിറ്റി ഫുഡ് കഴിക്കണം. അത്യാവശ്യം വെയിറ്റ് ഉള്ള വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ബോഡി ഫുൾ ഫങ്ഷൻ ചെയ്യാനായിട്ട് ഇത്ര എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കണം. ഇനി മസ്കുലർ വർക്ക് കൂടുതലായിട്ട് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇത്രയും കഴിക്കണം. ഏജ് ഇപ്പൊ കുഞ്ഞു കുട്ടികളാണെങ്കിൽ കുറച്ച് ഫുഡ്, അല്ലെങ്കിൽ ഏജ് കൂടുന്നതിനനുസരിച്ച് ഫുഡിന്റെ അളവിൽ മാറ്റം വരും. സെക്സും അതിൽ വരുന്നുണ്ട്. കാരണം ഫീമെയിൽസിനെ അപേക്ഷിച്ച് മെയിൽസ് കൂടുതലായിട്ട് എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കാറുണ്ട്. ഫീമെയിൽസ് കുറവാണ്. സാധാരണ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് കുറച്ചായിരിക്കും. ക്ലൈമറ്റിക് അനുസരിച്ചിട്ട് നമ്മള് വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കൂടുതൽ ഫുഡൊക്കെ കഴിക്കും, കൂടുതൽ എമൗണ്ട് ഓഫ് വാട്ടർ ഒക്കെ കുടിക്കുമെങ്കിലും മഴക്കാലത്ത് ലിമിറ്റ് ആയിരിക്കുള്ളൂ. The process by which food is used in human body is called metabolism. നമ്മള് ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ ഫുഡ് എന്ത് ചെയ്യുന്നു, പ്രോസസ് ചെയ്ത് എന്തായിട്ട് മാറ്റുന്നു, എനർജി ആക്കി കൺവേർട്ട് ചെയ്യുന്ന ആ പ്രോസസ്സിന് നമ്മൾ പറയുന്ന പേരെന്താണ്? മെറ്റാബോളിസം. ഓക്കെ, മെറ്റാബോളിസം. അത് നമ്മൾ ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡൈജഷൻ പ്രോസസ്സ്, ഡൈജഷന്റെ ട്രാക്സ്, അതേപോലെ ഡൈജഷന്റെ പാർട്സുകളൊക്കെ പഠിച്ചത് ഓർമ്മയില്ലേ? ഓക്കെ, നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഈ ഡൈജഷൻ അല്ലെങ്കിൽ മെറ്റബോളിസം സിസ്റ്റം അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറഞ്ഞൊന്ന് ഗൂഗിളിൽ അടിച്ച് നോക്കിയിട്ട് അതിന്റെ പാർട്സ് ഒക്കെ ഒന്നും കൂടി ഓർമ്മയിലേക്ക് കൊണ്ടുവരാം. ഈസോഫാഗസ്, സ്റ്റൊമക്ക്, അതേപോലെ തന്നെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, ലാർജ് ഇൻറ്റെസ്റ്റൈൻ, റെക്ടം, അനസ്, അങ്ങനെ ഒരുപാട് പാർട്സുകൾ ഉണ്ട്. അപ്പൊ ഈ പാർട്സുകളൊക്കെ ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരാൻ നല്ലതായിരിക്കും. ഞാൻ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നമ്മള് പറയാണ്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഓക്കെ. മൗത്തിൽ കൂടെ ഫുഡ് വരുന്നത് മൗത്തില് സാലിവറി ഗ്ലാൻഡ് നമ്മുടെ സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചൂ ചെയ്യുമ്പോൾ സലൈവയായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാണ്. പേസ്റ്റ് രൂപത്തിലാക്കണം. വിഴുങ്ങി ഒന്നും ചെയ്യരുത് കാര്യം ഭക്ഷണം. കുട്ടികളിലും അത് ശീലിപ്പിക്കരുത്. നല്ല രീതിയിൽ ചവച്ച് ചൂ ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ എങ്ങോട്ട് പോകും? ഈ സൊഫാഗസ് വഴി നമ്മൾ സ്റ്റൊമക്കിലേക്ക് എത്തും. സ്റ്റൊമക്കിൽ നിന്ന് അത് എന്ത് ചെയ്യും? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് കിടക്കും. സ്റ്റൊമക്കിൽ വെച്ചിട്ട് നമ്മൾ കോൺട്രാക്ഷൻ, ചെറിയ രീതിയിൽ കോൺട്രാക്ഷൻ റിലാക്സേഷൻ നടന്ന് നമ്മളെ ഫുഡിൽ അത്യാവശ്യം എന്ത് ചെയ്യും? ഒരു എന്താ പറയാ, ഒരു കുഴമ്പ് രോഗത്തിലാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് അത് എന്ത് ചെയ്യും? സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. ഈ സ്മോൾ ഇൻറ്റെസ്റ്റൈനിൽ വെച്ചിട്ടാണ് നമുക്ക് ആവശ്യമുള്ള ന്യൂട്രീഷൻസ് ഒക്കെ എന്തെങ്കിലും സെപ്പറേറ്റ് ചെയ്യണത്. സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് ആയിരിക്കും എങ്ങോട്ട് പോണത്? ലാർജ് ഇൻറ്റെസ്റ്റൈനിലേക്ക് പോണത്. ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ ഈ റെക്ടം വഴി അല്ലെങ്കിൽ അനസ് വഴി അതെന്ത് ചെയ്യും? നമ്മള് എക്സ്പെക്ട് ചെയ്ത് കളയും, പുറത്തേക്ക് തള്ളും. ഇത്രയുമാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് മെറ്റബോളിക് ആക്ടിവിറ്റീസിൽ നടക്കുന്നത്. ദെൻ നമ്മുടെ ഫുഡിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. എനർജി സപ്ലയേഴ്സ് അല്ലെങ്കിൽ എനർജി ഗിവിംഗ് ഫുഡ്. എന്താണ് എനർജി സപ്ലയേഴ്സ്? അവിടെ തന്നെ ഭാരതീയ എനർജി ഗിവിംഗ് ഫുഡ്. ബോഡി ബിൽഡേഴ്സ്, ബോഡി ബിൽഡിംഗ് ഫുഡ്. ബോഡി ബിൽഡിംഗ് ഫുഡ്. പ്രൊട്ടക്റ്റീവ് ഫുഡ്, അതിന് വേറെ പേരൊന്നുമില്ല കേട്ടോ. പ്രൊട്ടക്റ്റീവ് ഫുഡ്. എനർജി സപ്ലയേഴ്സ് എന്ന് പറയുന്നത് എനർജി ഗിവിംഗ് ഫുഡ് ആണ്. ഈ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് എനർജി കിട്ടും. ഏതൊക്കെയാണ് എനർജി ഗിവിംഗ് ഫുഡ്? കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ള ഫുഡ്സ്. ഓക്കെ, പിന്നെ പ്രോട്ടീൻ ഒരുപാട്. ഓക്കെ, നമ്മള് ഡെയിലി ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് എനർജി വേണ്ടേ? ഓരോ കുട്ടികൾക്കും നല്ല ആക്റ്റീവ് ഒക്കെ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് എനർജി വേണം. എനർജി ഗിവിംഗ് ഫുഡ് provides the body with the nutrition that helps you stay active and energized throughout the day. നമ്മള് ആ ഡേ മൊത്തം ടെസ്റ്റിലുള്ളതല്ല, നിങ്ങൾക്ക് കേട്ടിരുന്നാൽ മതി. ആ ഡേ മൊത്തം നമ്മള് നല്ല എനർജിയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ന്യൂട്രീഷൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിനെയാണ് നമ്മൾ എന്ത് പറയണത്? എനർജി ഗിവിംഗ് ഫുഡ് എന്ന് പറയുന്നത്. These nutritions include മെയിൻ ആയിട്ട് എന്തൊക്കെ വരുന്നത്? കാർബോഹൈഡ്രേറ്റ്, vitamins, protein. The body uses the energy for many functions including maintaining metabolism,
പെർഫോമിങ് ഫിസിക്കൽ ടാസ്ക് മെറ്റബോളിസ് ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കൽ ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി ഡാൻസ് ചെയ്യുക, കളിക്കുക, ഓടിച്ചടി കളിക്കുക, അതിന് വേണ്ടിയിട്ട്. റെഗുലേറ്റിംഗ് ബോഡി ടെമ്പറേച്ചർ, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാൻ. മെയിൻറ്റെയിനിങ് ബ്രീത്തിങ് ആൻഡ് റെഗുലേറ്റിംഗ് ഹാർട്ട് നമ്മുടെ കാര്യങ്ങൾ ഹാർട്ട് ബീറ്റ് ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഈ ഒരു എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, പ്രോട്ടീൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ എനർജി ഗിവിംഗ് ഫുഡ് ഒരു ഫുഡിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നമുക്ക് ടെസ്റ്റിലേക്ക് നോക്കാം. എനർജി സപ്ലയേഴ്സ് ഫ്രം എ സഫിഷ്യന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. എനർജി സപ്ലയേഴ്സ് നമ്മുടെ ബോഡിയിൽ തന്നെ. ഓക്കേടാ, സെറ്റ് കയറി സമയിച്ചതും. ഓക്കെ, എനർജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, ഫ്രം എ സഫിഷ്യന്റ് പാർട്ട് ഓഫ് അവർ ബോഡി. എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബോഡിയിലെ ആവശ്യമുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വീറ്റ്, മാർച്ചി, സ്റ്റാർച്ചി, വെജിറ്റബിൾസ്, പൾസ്, ഷുഗർ കെയിൻ, ജാഗ്രി, ബട്ടർ, ഗീ എക്സെട്ര ആർ എക്സാമ്പിൾസ് ഓഫ് ദീസ് ടൈപ്സ് ഓഫ് ഫുഡ്. അപ്പൊ ഈ ടൈപ്സ് ഓഫ് ഫുഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈ പറഞ്ഞത്. ദീസ് ഫുഡ് സപ്ലൈ എനർജി ടു ദ ബോഡി ആൻഡ് കീപ് ഇറ്റ് വാം ആൻഡ് ആക്റ്റീവ്. നമ്മുടെ ബോഡി നല്ല എനർജറ്റിക് ആയിട്ടും വാം ആയിട്ടും അതേപോലെ ആക്റ്റീവ് ആയിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ ഹെൽപ്പ് ചെയ്യണം? മെയിൻ ആയിട്ട് എനർജി ഗിവിംഗ് ഫുഡ് ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ ബോഡി ബിൽഡിംഗ് ഫുഡ് ആണ്. ബോഡി ബിൽഡിംഗ് ഫുഡ് ആർ ദ ഫുഡ് ദാറ്റ് റിച്ച് പ്രോട്ടീൻ. പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബോഡി ബിൽഡിംഗ് ഫുഡ് എന്ന് പറയുന്നത്. വിച്ച് നോക്കാം, these types of food contains nutrition which are required to make the body and replace worn out of issues. നമ്മള് ബോഡിയിൽ എന്തെങ്കിലും റിപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബോഡി ബിൽഡിംഗ് ഫുഡ് യൂസ് ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ അവർ പറയുന്നത് വെച്ചാൽ മീറ്റ്, ഫിഷ്, മിൽക്ക് ഫാറ്റ് പ്രോഡക്റ്റ് ആണ്. ഫാറ്റ്സ് അല്ല, ഫാറ്റ്. കേട്ടോ, എഡിറ്റ് ചെയ്യേണ്ടതാണ്. ഫാറ്റ് ആണ്. മിസ്റ്റേക്ക് പറ്റിയിരിക്കണേ കേട്ടോ. ഫാറ്റ് പ്രോഡക്റ്റ്, ഡ്രൈഡ് ബീൻസ്, പീസ്, നട്ട്സ്, cereals etc. belongs to this category. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, നമുക്ക് സംരക്ഷണം അല്ല, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്ന് പറയുമ്പോൾ സംരക്ഷണം ആവശ്യമുള്ള ഫുഡാണ്. നമുക്ക് നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണം, മറ്റു അസുഖങ്ങളൊന്നും വരാതെ നമ്മുടെ ബോഡി ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നല്ല പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഫുഡുകൾ നമ്മൾ എന്ത് ചെയ്യണം? കഴിക്കണം. പ്രൊട്ടക്റ്റീവ് ഫുഡ് ആർ ഫുഡ് that contain high quality protein, minerals, vitamin and help against deficiency, disease and infections. നമുക്ക് ഇൻഫെക്ഷൻസ് ഒന്നും വരാതിരിക്കാനും ഡെഫിഷ്യൻസി മൂലം അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പ്രൊട്ടക്റ്റീവ് ഫുഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. പ്രൊട്ടക്റ്റീവ് ഫുഡ് ഹെൽപ്സ് ബിൽഡ് ഹെൽത്തി സെൽസ് ആൻഡ് ടിഷ്യൂ, കീപ് ദ ബോഡി ആക്റ്റീവ് ആൻഡ് എനർജറ്റിക്. നമ്മളുടെ ബോഡി നല്ല രീതിയിൽ ആക്റ്റീവ് ആയിരിക്കാനും എനർജറ്റിക് ആയിരിക്കാനും നമ്മുടെ പ്രൊട്ടക്റ്റീവ് ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് സ്ട്രെങ്തൻ ദ ബോൺസ്, മസിൽസ് ആൻഡ് ടീത്ത്. നമ്മുടെ മസിൽസ്, ബോൺസ്, ടീത്ത് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്റ്റീവ് ഫുഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദി ഓൾസോ ഹെൽപ്സ് മെയിൻറ്റെയിൻ ബാലൻസ് ഇൻ ബോഡി ആൻഡ് കമ്പാറ്റ് ഇൻഫെക്ഷൻ. നമ്മുടെ ബോഡി നല്ല ബാലൻസോടെ നിലനിർത്താനും ഇൻഫെക്ഷൻസിനെതിരെ പ്രതികരിക്കാനും ഇവർ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്ട്രാ പറയല്ലോ. അതെ, എക്സ്ട്രാ പറയണം. മനസ്സിലായോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള്? ഓ മനസ്സിലായി, ഞാൻ ഇതിൽ നോക്കിയിട്ട് കാണില്ല, അതാ ചോദിച്ചത്. നോട്ട് ചെയ്യണ്ടല്ലോ. വേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി. പ്രൊട്ടക്റ്റീവ് ഫുഡ് നല്ല ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസും മിനറൽസും വൈറ്റമിൻസും ആണെന്നും അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊട്ടക്റ്റീവ് ഫുഡ് എടുക്കണമെന്നും ഈ ഫുഡ് മൂലം നമുക്ക് ഡെഫിഷ്യൻസി മൂലം അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മുടെ ബോഡി എനർജറ്റിക് ആയിരിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മതി. ഇനി നമ്മുടെ ടെസ്റ്റിലേക്ക് വരാം. The protective food stuff contains protective essential substance. നമ്മുടെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എസെൻഷ്യൽ സബ്സ്റ്റൻസ് ആണ് നമ്മൾ പ്രൊട്ടക്റ്റീവ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കൊച്ചിനെ കൊണ്ട് പോവാന്ന് വിചാരിക്കും. അവന് സ്ഥിരം വയ്യ എന്ന് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്താ പറയുക? അവന്റെ ഇമ്മ്യൂണിറ്റി കുറവാണെന്നാ പറയാം. ഇമ്മ്യൂണിറ്റി കുറവാണെങ്കിൽ ഡോക്ടർ എന്താ പറയാ? നിങ്ങൾ വെജിറ്റബിൾ ഫ്രൂട്ട്സും അതേപോലെ തന്നെ നല്ല പച്ചക്കറി ഇലക്കറികളും അതേപോലെ ഇതും കൊടുക്കാൻ പറയും. പാലും മുട്ടയൊക്കെ കൊടുക്കാൻ പറയും. ഇല്ലേ? എന്നോട് പറയാറുണ്ട്. എനിക്ക് അനുഭവം പറയാറുണ്ട്.
എന്തുകൊണ്ടാണ്? അത് അവരെ പ്രതിരോധം ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഈ കാര്യങ്ങളൊക്കെ യൂട്ടിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്നത് ഇന്ന ഫുഡുകൾ കൊടുക്കണം എന്ന് അവർ പറയാറുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികള് ഈ വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഗ്രീൻ ലീവ്സും ഒക്കെ കൊടുക്കാനായിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യണം? എഫേർട്ട് എടുക്കണം. ഓക്കെ, അതേപോലെ ഗ്രീൻ ലീഫി, അതേപോലെ ഫിഷ്, മിൽക്ക്, എഗ്സ് എക്സെട്ര ഇൻക്ലൂഡ് പ്രൊട്ടക്റ്റീവ് എസൻസ്. അപ്പൊ ഇതൊക്കെ കാര്യങ്ങളാണ് പ്രൊട്ടക്റ്റീവ് ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് ഒന്ന് വായിച്ചു നോക്കിയേ. സിമ്പിൾ ആണ്. എനർജി ഗിവിംഗ് ഫുഡ്, ബോഡി ബിൽഡിംഗ് ഫുഡ്, പ്രൊട്ടക്റ്റീവ് ഫുഡ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. ഫിനിഷ്. വായിച്ചു. ഓക്കെ, മെറ്റബോളിസം നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഹായ് മിസ്. ഓക്കെ, ഒന്നുകൂടി പറയൂ ടീച്ചറെ. ഓക്കെ, മെറ്റബോളിസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോസസ് ആണ്. നമ്മൾ എന്താണ്, നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്, ആ ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ എന്ന് പറയുന്നത് മെറ്റബോളിസം എന്ന് പറയുന്നത്. കീർത്തിയുടെ മെസ്സേജ് അനുസരിച്ച് ഞാൻ മറ്റേ ഡൈജസ്റ്റീവ് സിസ്റ്റം ആണ് പറഞ്ഞത്. എങ്ങനെയാണ്, ഏതൊക്കെ വഴികളിലൂടെയാണ് അല്ലെങ്കിൽ ഏതൊക്കെ ട്രാക്കിൽ കൂടെയാണ് നമ്മുടെ ഫുഡ് പാസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നീച്ച് വെച്ചിട്ട് ഫുഡ് ഫസ്റ്റ് നമ്മള് ഒരു ചെറിയ കുഞ്ഞ് ഡെഫിനിഷൻ പോലെ പറഞ്ഞുതരാമോ? എന്താണ് ഒരു കുഞ്ഞ് ഡെഫിനിഷൻ പോലെ പറഞ്ഞുതരാമോ മെറ്റബോളിസത്തിന്റെ? കീർത്തി ഡെഫിനിഷൻ കറക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അത്. മെറ്റബോളിസം is a chemical and physical process in the body that ടെക്സ്റ്റ് ബുക്കിലാണോ? അല്ല, മെറ്റബോളിസം മാത്രമേ ടെക്സ്റ്റ് ബുക്കിലുള്ളൂ. എന്താണ് മെസ്സേജ് ടൈപ്പ് ചെയ്തിട്ട് അയച്ചിട്ടുണ്ട്, ഗൂഗിളിൽ നിന്ന് എടുത്താണെന്ന് തോന്നുന്നുണ്ട്. Metabolism is a chemical and physical process in the body that converts food into energy. നമ്മൾ കഴിക്കുന്ന ഫുഡ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കെമിക്കലും ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെറ്റബോളിസം എന്ന് പറയുന്നത്. ഡൈജഷൻ എന്ന് പറയാം. ഓക്കെ, which convert food which convert food into energy. Okay, miss. എല്ലാവരും എഴുതിയല്ലോ? എഴുതി മിസ്. ഓക്കെ, വേറെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ, ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് മെസ്സേജ് അയക്കാട്ടോ. എന്താണ് നമ്മള് ഏതാണ് ചെയ്തോണ്ടിരുന്നത്? ഗുഡ് ഹെൽത്തി ഹാബിറ്റ്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ആ പോർഷൻ പ്രസന്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവര് അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാത്തവര് എന്ത് ചെയ്യാൻ മെസ്സേജ് അയക്കാട്ടോ. ഓക്കെ, ഫസാന സ്റ്റാർട്ട് ചെയ്തോട്ടാണോ? ഫസാന, ഒരു മിനിറ്റ്, ക്യാമറ സ്റ്റാർട്ട് ചെയ്തോട്ടാടാ. ക്യാമറ ബാക്ക് ക്യാമറ എടുക്കാൻ അത് പറ്റുന്നില്ല. ഫ്രണ്ടില് ടോപ്പിലില്ലേ, നമ്മുടെ ടോപ്പിലായില്ലേ ആ മൈക്കിന്റെ ബട്ടണില്ലേ, അടുത്തൊന്ന് ക്ലിക്ക് ചെയ്തേ. പറ്റുന്നില്ല. ഒരു ഫോൺ ഏതാണ്? ഓപ്പോ. ഓപ്പോ ആരെങ്കിലും ഉള്ളത്?
അവർക്ക് എങ്ങനെ വന്നിരിക്കണേ നോക്കി. ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? സ്ക്രീനിൽ എല്ലായിടത്തും ഫോണിലല്ലേ ഓപ്പോ അല്ല, പക്ഷെ എല്ലാ ആൻഡ്രോയിഡ് ഫോണിലെല്ലാം അങ്ങനെയല്ലേ വരുന്നത്. വ്യത്യാസം വരും. താഴെ അല്ലെങ്കിൽ മുകളിലായിരിക്കും. സ്ക്രീനില് 3 ഡോട്ട് കാണുന്നില്ലേ, അതുമ്മ പ്രസ് ചെയ്യുമ്പോ ഫുൾ വീഡിയോ എന്ന് പറഞ്ഞിട്ട് കാണുന്നില്ലേ, ഫുൾ ഫർസാന, ഒരു 2 സ്ക്വയർ പോലെ റെക്ടാങ്കിൾ പോലത്തെ ഒരു ഷേപ്പാണ്. ഇതുണ്ടാ ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ? ഇതേപോലത്തെ ഷേപ്പ്. ഇതിങ്ങനെ റൊട്ടേഷൻ. ഓക്കെ, ഇത് കണ്ടോ? ഈ ഷേപ്പ് കണ്ടോ? ആ മൈക്കിന്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഷേപ്പ് കണ്ടോ? അങ്ങനെ ഷേപ്പ് കാണുന്നില്ലേ? റൗണ്ടില് ആരോ വന്ന ടൈപ്പ്. ഓക്കേടാ. മോൻ അങ്ങനെ പ്രസന്റ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടാ. മോൻ ഇപ്പൊ ഉള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ നോക്ക്. ഓക്കെ, വരച്ചിരിക്കണ എന്ന് തോന്നുന്നു. വരച്ചിരിക്കണ ആടാ? മൈക്ക് ഓഫാ. പൊട്ടിച്ചതാണ്. പഠിച്ചാണല്ലേ? ഓക്കെ ഓക്കെ. Always wash your hands. Brush teeth twice a day. Early to bed, early to rise. Plenty of sleeps, you concentrate. Bath every day and wipe all body parts clean. Comb your hair. Toilet hygiene. Flush toilet. Wash hands. Trimming nails. Trimming nails മാത്രം വരച്ചതാണ്, ബാക്കിയുള്ളതൊക്കെ ഒട്ടിച്ചതാ. ഓക്കേടാ, നല്ലണ്ടോ? നെക്സ്റ്റ് ഹഫീസ. യെസ് മിസ്. പ്രസന്റ് ചെയ്തോട്ടാടാ. പോയാണോ? സെന്റൻസ് ആണ്. ഓക്കെ, പറഞ്ഞോട്ടെ. പ്രസന്റ് ചെയ്തോ. Good habits. Take bath every day. Brush your teeth twice a day. Wear clean clothes. Wash your hands before and after eating food. Keep your nails short and clean. Comb your hair neatly. Do not pick your nose. Flush the toilet after use. Wash your hands with soap and water after using toilet. Keep your room neat and tidy. Keep books and toys in their proper place after use. Keep your classroom clean. Throw all waste items, waste papers, and pencil shavings in the dustbin. ഇത് വാട്ട് വി ഡു എവറി ഡേ അതും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ടീച്ചർ കിട്ടിയപ്പോ what we do every day. Wake up early in the morning, brush your teeth, take a bath every day, have breakfast, go to school on time, come back home, have lunch, play outdoors, do homework, have dinner, brush, hear a bedtime story, say prayers, go to sleep. നല്ലതാണ്ടാ. Thank you, miss. ഓക്കെ, വിജിത. വിജിത, വിജിത. ഓക്കെ, കീർത്തി. കീർത്തി, കീർത്തി. കാണാമോ മിസ്സേ? ആരാണ്? പേര് പറഞ്ഞേടാ. മിസ് ഞാനാ കീർത്തി. ഓക്കേടാ, 1 മിനിറ്റ്. ഫുൾ ആക്കട്ടെ കേട്ടാ. കീർത്തി പ്രസന്റ് ചെയ്തോട്ടാ. എന്താ മിസ്സേ?
Good habits. Okay. Okay, da. Nallanda. Okay, Manisha. Manisha. കാണാൻ പറ്റുന്നുണ്ട് മിസ്സേ. മോനെ കാണാൻ പറ്റുന്നുണ്ടോ? ബാക്ക് ക്യാമറ ആക്കാൻ പറ്റുന്നില്ല. അല്ലാതെ കാണിച്ചു തരാൻ പറ്റും നോക്കിയേ. കാണാനില്ല. ഓക്കെ. മിസ് അംബിജിത നെക്സ്റ്റ് തരാട്ടോ. ഓക്കെ ഓക്കെ. പ്രസ് ചെയ്തോടാ. ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതെയാ. ഹെൽത്തി ഹാബിറ്റ് ആൻഡ് ഹൈജീനിക്. ഫസ്റ്റ് ഈറ്റ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാടാ. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് അല്ല ഈറ്റ് ഫ്രൂട്ട്സ്. പിന്നെ ബ്രഷ് എവരിഡേ. ക്ലീൻ. വാഷ് ഹാൻഡ്സ്. bath daily, exercise daily, eat good food, drink lot of water. Okay da. നല്ലതാണ് ട്ടോ. Thank you. വിജിത. ഓക്കെ മിസ്. കാണുന്നുണ്ടോ? മോനെ കാണാൻ പറ്റുന്നുണ്ട്. പോസ്റ്റർ അടിച്ചോട്ടാ. സ്ക്രീൻ. ഓക്കെ. യെസ്. Healthy habits: brush my teeth, take a bath every day, I clip my nails, clean my nose, and wash my hands and face, I comb my hair. നല്ലതാണ്ടാടാ. Okay. Thank you, miss. നിങ്ങൾ വെറൈറ്റി ആയിട്ടാ ചെയ്തേക്കുന്നത്. Okay, thank you. മനീഷ. മനീഷ. ഓക്കെ. പ്രസ് ചെയ്തോട്ടാടാ. എന്നെ പ്രസന്റ് ചെയ്തോ? മനീഷ പറഞ്ഞു മിസ്. പറഞ്ഞോ? ഓക്കെ ഓക്കെ, സോറി. ഞാൻ ഓർഡറിൽ ഞാൻ വിളിച്ചു പോയതാ. സൈന. സൈന. ഓക്കേടാ. കാണുന്നില്ല മിസ്സേ? ആടാ കാണാം. Brush and floss daily, bath regularly, washing hands frequently, wear clean clothes, crop your nails, groom well, sleep tight. ഓക്കെ. നല്ലതാ. Thank you, miss. നെക്സ്റ്റ് ഫസാന. ഫസാന. 10 മിനിറ്റ് മിസ്സേ. ഫസാന. ഓക്കേടാ. നേരത്തെ വന്നല്ലോ. 10 മിനിറ്റ്. കുറച്ചെടുത്തുമ്പോ ചെയ്തു. ആ പിങ്ക് കളറിലേക്ക് നിങ്ങൾ കണ്ടു ബാക്ക് ക്യാമറ വഴി. പറ്റുന്നില്ലല്ലോ. നേരത്തെ എന്താ ചെയ്തേ? അതല്ല, അതിപ്പോ ക്യാമറ ഓഫ് ചെയ്തേക്കാം. ഒരു ആരോ മാർക്ക്, റൗണ്ടിൽ ആരോ മാർക്ക് ഇട്ടുണ്ടോ? ആരോ മാർക്ക് കണ്ടു കണ്ടു. ഓക്കേടാ. അതന്നെ അത് അതില് 2 പ്രാവശ്യം ടാപ്പ് ചെയ്യുന്നുണ്ടോ? 1 പ്രാവശ്യം ടാപ്പ് ചെയ്താൽ മതി. ഒരു പ്രാവശ്യം എടുക്കേ. ഓക്കെ. ഗുഡ് ഹാബിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. മോളി മുതൽ കാണിച്ചോട്ടാ.
Rise early in the morning. Brush Okay. your teeth daily. Take a bath daily. Have a good diet. Help the parents. Cut your nails regularly. Pray to God. അത്രേ ഉള്ളൂ. തേർഡാ ആ നല്ലതാണ്. തേർഡാ താങ്ക് യു മിസ്. ഓക്കെ. ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി കാണാവോ മിസ്സേ? ഓക്കേടാ. Wash your hands with soap. Bath or shower daily. Brush and floss your teeth. Take care for your hair. Good eating habit. Hydrate too. Wear clean, neat clothes every day. Good sleep. ഓക്കെ, വരച്ചിരിക്കണാടാ. അതെ. നല്ലതാണ്ടാ. താങ്ക് യു മിസ്. ഓക്കെ, ഇത്രയും നമ്മൾ നോക്കിയത് ഗുഡ് ഹാബിറ്റ് കഴിഞ്ഞ ചാപ്റ്ററിലെ ആക്ടിവിറ്റി ആണ്. വേറെ ആരില്ലല്ലോ ചെയ്യാനായിട്ട്? മിസ്സേ ഞാൻ കാണിച്ചിട്ടില്ല. എന്താണ്? ഞാൻ കാണിക്കാമെന്ന്. ലീന, അതിന്റെ സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കണല്ലോടാ. ഇല്ല അല്ലേ? മോൻ ചെയ്യാനുണ്ടോ? ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, പ്രസന്റ് ചെയ്തോ കേട്ടോ. പ്രസന്റ് ചെയ്തോടാ, സംസാരിച്ചോ, വായിച്ചോ? കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഹെൽത്തി ഹാബിറ്റ്സ് എഴുതിയിട്ടുണ്ട്, ബാക്കി ക്ലിയർ അല്ല. കുറച്ച് സൂം ചെയ്തിട്ട്. Brush your teeth twice a day. Take a bath every day. Wash the face and hands. Always throw waste in dustbin. Always wear clean clothes. ഓക്കേടാ, നല്ലതാണ് കേട്ടോ. വേറെ ആരെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? മിസ്സേ, ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണിക്കാം. 2 വീക്ക് ക്ലാസ് കവർ ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി ടൈം ഉണ്ടാവില്ല, കാരണം ഞാൻ ചാപ്റ്റർ കഴിഞ്ഞില്ലേ. ഓരോ ചാപ്റ്റർ വൈസ് അല്ല ആക്ടിവിറ്റീസ്. ഞാൻ ക്ലാസ് കൂടിയിട്ടില്ലായിരുന്നു 2 വീക്കായിട്ടേ. കുഴപ്പമില്ല, ഒന്നൊന്നും ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കയ്യിൽ സൂക്ഷിക്കണം കേട്ടോ. ഓക്കെ. കാരണം ഈ ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഒക്കെ നമുക്ക് എന്തിനു വേണ്ടി വരും? വൈവയുടെ എക്സാം നടത്തുമ്പോൾ അത് ആവശ്യം വരും കേട്ടോ. നോക്കി, എല്ലാവരും അവരവരുടെ കയ്യിലുള്ള ഈ ഹെൽത്തി ഹാബിറ്റ്സിന്റെ ആ ഒരു പോസ്റ്റർ ഒന്ന് കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുത്താലോ? ആരെങ്കിലും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കോ? എല്ലാവരുടെ കയ്യിൽ അവൈലബിൾ അല്ലേ? യെസ് മിസ്, എടുത്തോട്ടെ. എടുത്തോ ഇടാം, എല്ലാവരും എടുക്കട്ടോ. എല്ലാവരെയും കാണുമ്പോ ഞാൻ ഓക്കെ പറയാ. ഓക്കെ, കുറച്ച് പേരെ കാണുന്നുള്ളൂ. സഫിയ, സൗമ്യ, അവരൊന്നും കാണുന്നില്ല. മിസ് ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. ഓക്കെ, ടൈം ഉണ്ട്. കുറച്ച് എല്ലാവരുടെയും കയ്യിൽ അടുത്തുണ്ടാവില്ലല്ലോ. കഴിഞ്ഞ ദിവസം ക്ലാസ് ഒക്കെ കഴിഞ്ഞ കയ്യിൽ ചിലപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ടാവും. എല്ലാവരും അതൊന്ന് കാണിക്കാൻ പറ്റുമോ? എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ലല്ലോ. കുഴപ്പമില്ലടാ, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. വിനീത മോൻ സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, ഏകദേശം എല്ലാവരെയും കാണുന്നുണ്ട്. ബാക്കിയുള്ളവര് ബിനിസി, ആതിര, വിനീത മോൻ ഷെയർ ചെയ്തോണ്ടിരിക്കുക സ്ക്രീൻ. മിസ്സേ, ഞാനത് ആവശ്യം ഉണ്ടാവില്ല വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ എടുത്തിന്റെ റെക്കോർഡിലേക്ക് ഒട്ടിച്ചു. കുഴപ്പമില്ല, അതെല്ലാം കാണിച്ചാൽ മതി കേട്ടോ. ഞാന്
A4 ഷീറ്റിലായിരുന്നു, അതൊന്ന് എടുത്ത് ഇതിലേക്ക് ഒട്ടിച്ചു. ഓക്കെ, പോസ്റ്റ് ആയിട്ടുള്ളവരൊന്ന് പോസ്റ്റ് ചെയ്യോ? ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തേക്കണ്ട നിങ്ങള്. ഓക്കെ ഓക്കേടാ, താങ്ക് യു. ഹലോ, താങ്ക് യു കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട്. സ്ക്രീൻഷോട്ട് നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ, എടുത്ത ആൾക്കാര്. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷൻ കീർത്തി ഓക്കെ ആടാ, ഞാൻ ഫോട്ടോ എടുത്തു കേട്ടോ. ഇപ്പൊ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഒക്കെ മാറിയില്ലേ? ഓക്കെ, അപ്പോ നമ്മള് ഇന്നെടുത്ത് യൂണിറ്റ് 3 ആണ്, ഫുഡ് ന്യൂട്രീഷൻസ് ബാലൻസ് ഡയറ്റ് ആണ്. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫുഡ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും, ഒന്ന് വായിച്ചു നോക്കിയേ. 15th വരെയും വായിച്ചു നോക്കി. ഞാൻ ഫസ്റ്റ് മുതലാണോ വായിക്കേണ്ടത്? ഫസ്റ്റ് മുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ കേട്ടോ, ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ്. വേഗം എല്ലാവരും വായിച്ചു നോക്കാം. ചെറിയ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓപ്ഷൻ ഉണ്ടാവോ? ഓപ്ഷൻ അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞാൽ മതി. എല്ലാവരോടും കോമൺ ആയിട്ട് ചോദിക്കും, ഒരാളോട് ചോദിക്കും. ഓക്കെ, വായിച്ചു എല്ലാവരും? ഇല്ല, രണ്ടെണ്ണം കൂടെ ഉണ്ട്. വായിച്ചു കഴിയുമ്പോ ഒന്ന് മെസ്സേജ് അയക്കണേ. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിക്കാം. വായിച്ചു കഴിഞ്ഞാൽ എല്ലാവരും? ഇല്ല മിസ്, 1 മിനിറ്റ്.
ഓക്കെ, ഒരു മിനിറ്റ് കൊടുക്കല്ലേ. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ കുറച്ച് സിൻസിയർ ആയിട്ട് വായിച്ചു വെക്കുന്നതാണ്. അല്ലെങ്കിൽ വായിച്ചു വെക്കൂല അല്ലേ? അല്ലെങ്കിൽ ജസ്റ്റ് അങ്ങനെ വേഗം വായിച്ചു വിടും. ഇപ്പൊ കുറച്ചുകൂടി അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി മനസ്സിലാക്കി വായിച്ചോ. തീർന്നു മിസ്. ഓക്കേടാ. നമ്മള് ഫുഡില് എന്തെല്ലാം കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? വാട്ട് ആർ ദ കമ്പോണൻസ് ഓഫ് ഫുഡ്? മെയിൻ കമ്പോണൻസ് ഓഫ് ഫുഡ് കാർബോഹൈഡ്രേറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, ഫാറ്റ്, പ്രോട്ടീൻസ്. എന്താ മനീഷ? മിനറൽസ് ആൻഡ് വൈറ്റമിൻസ്. ഇത്രയുമാണ് എന്ത് ഫുഡിൽ അടങ്ങിയിരിക്കുന്നത്. നമ്മൾ ഗ്രോയിങ് ചിൽഡ്രൻസിന് പ്രോപ്പർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഫുഡാണ് കൊടുക്കേണ്ടത് അവർക്ക്? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും. കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ളത്, മിനറൽസ് അടങ്ങിയിട്ടുള്ളത്, nutritious and energy from food. ന്യൂട്രീഷ്യസ് ആൻഡ് എനർജി. ഓക്കെ, എനർജി സപ്ലൈസ് അല്ലെങ്കിൽ എനർജി ഗിവിംഗ് ഫുഡ് എന്ന് വെച്ചാൽ എന്താണ്? ഒരാളോട് ചോദിക്കാം. ഓക്കെ, എനർജി ഗിവിംഗ് ഫുഡ് പിഞ്ചിത. എനർജി ഗിവിംഗ് ഫുഡ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി നൽകുന്നത് കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡ്സ് ആയിരിക്കണം. റൈസ്, ഷുഗർ, ജാഗറി. ഓക്കെ, what are body building foods? Meat, fish, milk and fat. ഒരാളിനടുത്ത് ചോദിക്കാന്ന് പറഞ്ഞോടാണ് മിണ്ടായിരുന്നത്. ഒരാളോട് ചോദിക്കാം. അന്നാ അറിയാം. Okay, meat, fish, milk, fat products, beans, peas, nuts, cereals. ഓക്കെ, പ്രൊട്ടക്റ്റീവ് ഫുഡ് എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത് ആരാണ്? കീർത്തി. പ്രൊട്ടക്റ്റീവ് ഫുഡ് essential substance, protective. എന്താണ്? ഫ്രഷ് ഫ്രൂട്ട്സ്, green leafy fish, milk, egg, vegetables. ഓക്കെ ഓക്കെ, നമ്മൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, നമുക്ക് മറ്റുള്ള അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിൽ നിന്ന് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് ഫുഡ് യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റീവ് ഫുഡ് യൂസ് ചെയ്യുന്നത്. ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാൻ, ഇൻഫെക്ഷൻസ് അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി, ബാലൻസ്ഡ് ബോഡി ഉണ്ടാവാൻ, ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഫുഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പ്രൊട്ടക്റ്റീവ് ഫുഡ് യൂസ് ചെയ്യുന്നത്. നമ്മള് ഇനി കമ്പോണൻസ് ഓഫ് ഫുഡ്സ് ആണ് പഠിക്കാൻ പോണത്. എന്തൊക്കെ കമ്പോണൻസ് ആണ് ഫുഡിലുള്ളത് എന്നുള്ളതാണ് ഇനി നോക്കാൻ പോണേ കേട്ടോ. നമുക്കറിയാം 5 ഫാക്ടേഴ്സ് ആണ് ഫുഡിലുള്ള കമ്പോണൻസ്. ഏതൊക്കെയാണ്? പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ്, മിനറൽസ്, വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ് ആയിട്ടുള്ള ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂട്രിയൻസ്. ഓക്കെ, അത് അത്ര ഇല്ലാന്ന് തോന്നുന്നു. ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ ഇതിലെല്ലാരും ഒരുമിച്ച് കോമൺ ആയിട്ട് പറയുന്ന പേരാണ് അത്. അങ്ങനെ പറയാറ് ന്യൂട്രിയൻസ് എന്ന് നമ്മൾ പറയാറ്. ഈ 5 കമ്പോണൻസ് ചോദിച്ചു കഴിഞ്ഞാല് ഏതൊക്കെ പറയണം? പ്രോട്ടീൻ, ഫാറ്റ്, കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ് ആൻഡ് വൈറ്റമിൻസ് പറയണം. വൈറ്റമിൻസ് ഇത്രയും പറഞ്ഞാൽ മതി. 5 കമ്പോണൻസ്. ഓക്കെ, പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞു തരുമോ? കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും മിനറൽസ് വിറ്റമിൻസ്, പിന്നെന്താ? ഫാറ്റോ? ഫാറ്റ്, വൈറ്റമിൻ. ഫാറ്റ്സ് അല്ല കേട്ടോ, FAT ആണ്. FACT ആ ഫാറ്റ് അല്ല കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം കേട്ടോ. പ്രോട്ടീൻ. The protein are necessary for the growth of the body. നമ്മൾ ബോഡിയുടെ ഗ്രോത്തിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ് ഇത് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഈ പ്രോട്ടീനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ.
ഈ പ്രോട്ടീനിൽ അടങ്ങിയിരിക്കുന്ന കമ്പോണൻസ് ഏതാണ്? സോ ദ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ പ്രോട്ടീൻ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, സൾഫർ. നമുക്ക് 2 ടൈപ്പ് പ്രോട്ടീൻസ് അവൈലബിൾ ആണ്. എന്തൊക്കെയാണ്? 2 ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. അതിൽ അനിമൽ പ്രോട്ടീൻ, അനിമൽ പ്രോട്ടീനും വെജിറ്റബിൾ പ്രോട്ടീനും. വെജിറ്റബിൾ പ്രോട്ടീൻ ഉണ്ട്. പ്രോട്ടീൻസ് എന്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യണത്? നമ്മൾ മെയിൻ ആയിട്ട് പ്രോട്ടീൻ കേട്ടത് ബോഡി ബിൽഡിംഗ് ആൻഡ് ഗ്രോത്ത്. ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ബോഡി ഗ്രോത്ത്, റിന്യൂവൽ ഓഫ് ഡിപ്ലീഷൻ, ഫാറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട്. എന്താണ്? അല്ല, കുട്ടികൾക്കൊക്കെ നല്ല ഫാറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഫുഡൊക്കെ കൊടുക്കുക. പിന്നെ സെൽഫ് ഗ്രോത്ത്, സ്ട്രെങ്ത് ഉണ്ടാവാൻ വേണ്ടി. ഓക്കെ, അപ്പൊ എന്തിനൊക്കെയാണ് പ്രോട്ടീൻ ആവശ്യം? ഓക്കെ, സെറ്റ്. നമുക്ക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ്. നമ്മുടെ ബോഡിയിലെ എല്ലാ സെൽസിന്റെയും ഗ്രോത്തിനും ഡെവലപ്മെന്റിനും വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ആവശ്യമുള്ള ഒരു ഐറ്റമാണ് എന്ത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. റിന്യൂവൽ ഓഫ് ഡിപ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വല്ല കംപ്ലൈന്റോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ സെൽസ് എന്തെങ്കിലും നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിന്യൂവലിന് വേണ്ടിയിട്ട് നമുക്ക് എന്താവശ്യമാണ്? പ്രോട്ടീൻസ് ആവശ്യമാണ്. മിസ്സേ കേൾക്കുന്നില്ല. രണ്ടാമത്തെ പോയിന്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? റിന്യൂവലാ? റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സെൽസ് ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ വലുതാവണ്ടേ? ഓരോരുത്തർ നമ്മൾ സെൽസിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ സെൽസിന്റെ റിപ്പീറ്റേഷൻ വഴിയല്ലേ നമ്മൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അല്ലാതെ സെൽസ് അങ്ങനെയല്ലേ നമ്മള് അങ്ങനെ അർത്ഥമില്ലല്ലോ. കാരണം സെൽസ് റിപ്പീറ്റ് ചെയ്യുന്നത് മൂലമാണ് നമ്മൾ വലുതാവുന്നത്. അതായത് സെല്ല് വലുതാവുന്നില്ല. സെല്ലിന് ഏറ്റവും നമ്പർ ഓഫ് സെൽസ് അല്ലേ ഇൻക്രീസ് ചെയ്യുന്ന? എന്താണ്? നമ്പർ ഓഫ് സെൽസ് അതുവഴിയാണ് വളർച്ച സംഭവിക്കുന്നത്, ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ നാച്ചുറൽ ആയിട്ട് നമ്മുടെ ബോഡിയിൽ സെൽസ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾക്ക് ഗ്രോത്തും ഡെവലപ്മെന്റും ഉണ്ടാവും അല്ലെ? ഓക്കെ, അതങ്ങനെയാ. മിസ്സേ, ഹലോ, ഡാമേജ് സെൽസ് റീപ്ലേസ് ചെയ്തിട്ട് ന്യൂ സെൽസ് വളരുന്നു, അങ്ങനെയല്ലേ? ഞാൻ ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെല്ലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആലോചിച്ചത്. സെൽസിന്റെ ഗ്രോത്ത് ഉദ്ദേശിക്കുന്നത് സെൽസിന്റെ നമ്പേഴ്സിൽ കൂടുതലാണ്, എണ്ണം കൂടുന്നതിനെയാണ് ഇവിടെ എന്താ പറയുക ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെൽസ് ഉദ്ദേശിക്കുന്നത്. ഇനി റിന്യൂവൽ ഓഫ് റിപ്പീറ്റേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എന്തെങ്കിലും കംപ്ലൈന്റ് ഒക്കെ ഉള്ള സെൽസ് ഉണ്ടാവും, അത് ചെയ്തിട്ട് നമ്മൾ പുതിയ സെൽസ് ഗ്രോ ചെയ്യുന്നു. പിന്നെ ഫോർമേഷൻ ഓഫ് എൻസൈംസ് ആൻഡ് ഹോർമോൺസ്. ഹോർമോൺസിന്റെയും എൻസൈംസിന്റെ ഒക്കെ ഫോർമേഷന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ ഹെൽപ്ഫുൾ ആണ്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് എനർജി ഇൻ ബോഡി. നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താവശ്യമാണ്? പ്രോട്ടീൻസ് ആവശ്യമാണ്. ഇനി പ്രോട്ടീൻസ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, വിച്ച് ആർ ദ ഫുഡ് ഐറ്റംസ് ദാറ്റ് റിച്ച് ഇൻ പ്രോട്ടീൻ? നിങ്ങളാണ് പറയേണ്ടത്. മിൽക്ക്, എഗ്, അനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ മീറ്റ്, ഫിഷ്. ഇത് പറയാം നമുക്ക്. വെജിറ്റബിൾ പ്രോട്ടീനും അനിമൽ പ്രോട്ടീൻസും സെപ്പറേറ്റ് ചെയ്ത് പറയാം. അനിമൽ പ്രോട്ടീൻ ആണെങ്കിൽ എഗ്, മീറ്റ്, ഫിഷ്. വെജിറ്റബിൾ പ്രോട്ടീൻ ആണെങ്കിൽ ബട്ടർ, സീ ഫുഡ്. പ്രോട്ടീനില് ഡയറി പ്രൊഡക്റ്റ് മൊത്തം വരും. ബട്ടർ, മിൽക്ക്, അതേപോലെ കേർഡ് എല്ലാം വരും. വെജിറ്റബിളില് ബീൻസ് ഒക്കെ വരില്ലേ? ബീൻസ്, പീസ്, നട്ട്സ്, അതൊക്കെ വെജിറ്റബിൾ പ്രോട്ടീനിലല്ലേ വരിക? എഴുതിക്കോ. അനിമൽ പ്രോട്ടീൻസിന്റെ നേരെ ഹൈഫും കൊടുത്തിട്ട് എഗ്, ഡയറി പ്രൊഡക്റ്റ്, ബീഫ്, ഫിഷ്, പിന്നെ കാഷ്യൂസ്, ചിക്കൻ, സോയ. ഓക്കെ ആണോ?
ഓക്കെ, എഗ്, ഡയറി പ്രൊഡക്റ്റ്, ബീഫ്, ഫിഷ്, പിന്നെ കാഷ്യൂസ്, ചിക്കൻ, സോയ. അനിമൽ പ്രോട്ടീനിൽ വരുന്നതാണോ? കാഷ്യൂസ് ഇല്ലാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. കാഷ്യൂസും സോയയും വെജിറ്റബിൾ പ്രോട്ടീൻ ആണ് മിസ്സേ. വെജിറ്റബിൾസിലായിരിക്കും. കാഷ്യൂസും സോയയും വെജിറ്റബിൾ പ്രോട്ടീൻ. പിന്നെ ഉള്ളത് പോർക്ക്, അങ്ങനെ തമിഴ് ഇതിന് എഴുതിയെടുത്തോ കേട്ടോ. ഇനി നെക്സ്റ്റ് വെജിറ്റബിൾ പ്രോട്ടീൻ കേട്ടോ. മിസ്സേ ഈ പനീർ ഏതിലാ വരിക? പനീർ ഡയറി പ്രൊഡക്റ്റ് ആണ്. ഡയറി പ്രോഡക്റ്റ് ഒക്കെ അനിമൽ പ്രോട്ടീനിലെ വരിക. അപ്പോ തൈര് അങ്ങനെ എല്ലാ സംഭവം അതിൽ വരും അല്ലേ? ഇനി നമ്മള് വെജിറ്റബിൾ പ്രോട്ടീൻസ് ഒരു 3 എക്സാമ്പിൾ എഴുതിക്കോ. ബ്ലാക്ക് ബീൻസ്, സ്പിനാച്ച്, പിന്നെ എന്തൊക്കെയാണ് സോയ, അതൊക്കെ പറയാലോ. കാഷ്യൂ നട്ട്സ് ഒക്കെ അതിൽ പെടില്ലേ? കാഷ്യൂ നട്ട്സ് ഒക്കെ എഴുതിക്കോ. ഇത്രയും കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്? വെജിറ്റബിൾ പ്രോട്ടീൻസിലും അനിമൽ പ്രോട്ടീൻസിലും വരുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഫാറ്റ്സ്, അതേപോലെ കാർബോഹൈഡ്രേറ്റ്സ്, മിനറൽസ്, വൈറ്റമിൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. ഞാനൊരു ചെറിയൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തിട്ട് വരുമോ? ഓക്കെ. നോട്ട്ബുക്കിൽ നമ്മുടെ ബുക്കിൽ എഴുതിക്കൊണ്ട് വന്നാൽ മതി. നമുക്ക് 6 വൈറ്റമിൻസ് ഉണ്ട്. വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ. എന്തൊക്കെയാണ് വൈറ്റമിൻ എ, ബി, സി, ഡി, ഇ? ഓക്കെ, ഈ വൈറ്റമിൻസിൽ വാട്ടർ സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്, ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് ഉണ്ട്. എന്തുകൊണ്ടാണ് നമ്മുടെ ബോഡിയിൽ ഫാറ്റ് വേണം എന്ന് പറയാൻ കാരണം ചില വൈറ്റമിൻസ് ഫാറ്റിൽ മാത്രമേ എന്താവുള്ളൂ, സോളുബിൾ ആവുള്ളൂ. സോ അതുകൊണ്ടാണ് ബോഡിയിൽ ഇത്ര എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് വേണമെന്ന് പറയുന്നത്. അപ്പോ ഏതൊക്കെയാണ് ഫാറ്റ് സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഏതൊക്കെയാണ് വാട്ടർ സോളുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും ഒന്ന് എഴുതിക്കൊണ്ട് വരണം കേട്ടോ. എന്തൊക്കെ സോളാണ് മനസ്സിലായില്ല? വാട്ടർ സോലബിളും ഫാറ്റ് സോലബിളും അല്ലേ? വാട്ടർ സോളുബിളും ഫാറ്റ് സോളുബിളും. നിങ്ങളുടെ ആരെങ്കിലും 6th സ്റ്റാൻഡേർഡ്, 6th അല്ലേ? അതെ, 6th സ്റ്റാൻഡേർഡിൽ പഠിക്കേണ്ടാവും. സ്റ്റേറ്റ് ഇല്ല, CBSE പഠിക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുന്നുണ്ട്. ട്യൂഷൻ എടുക്കുന്നുണ്ട് 6th കുട്ടികൾക്ക് നമ്മൾ ചാപ്റ്റർ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ വരില്ലേ? അപ്പൊ അതൊന്ന് റെഫർ ചെയ്തോ കേട്ടോ. ഞാൻ ഏത് ചാപ്റ്റർ ചാപ്റ്ററിന്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇങ്ങനെ ഓർമ്മയുണ്ട് എനിക്ക് 6th എടുക്കുന്നുണ്ടെന്ന്. ചാപ്റ്ററിന്റെ പേര് ബേസിക്കലി മോനറിയോ? അയ്യോ, പേര് ഓർമ്മയില്ല, ചാപ്റ്ററിന്റെ പേര് ഓർമ്മയില്ല. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻസ് ആണോ? അത് നമ്മുടെ അവർക്ക് അങ്ങനെയല്ല വരുന്നത്. CBSE അവർക്ക് പഠിക്കാനുണ്ട് ഒരു ചാപ്റ്റർ തന്നെ ഈ വൈറ്റമിൻസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ. ഓക്കെ, അപ്പൊ അതൊന്ന് നോക്കിയിട്ട് സോളബിൾ ഇൻ ഫാറ്റും സോളബിൾ ഇൻ വാട്ടറും ഒന്ന് നോക്കിയിട്ട് വരണം. കേട്ടല്ലോ എല്ലാവരും? അത് നമ്മൾ ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ കിട്ടും. എന്താണ്? ഗൂഗിൾ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോന്നുള്ളൂ. ഇനി പഠിപ്പിക്കുന്നുണ്ട് നമ്മള്, പറഞ്ഞോന്നുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നാളെ വരുമ്പോ എന്താണ് ഫാറ്റ് സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും വാട്ടർ സോളബിൾ ആയിട്ടുള്ള വൈറ്റമിൻസും കണ്ടുപിടിച്ചുകൊണ്ട് വരും. അല്ല, എന്റെ കുട്ടികൾ നല്ല കുട്ടികളാണ് അല്ലെ? നാളെ നെക്സ്റ്റ് വീക്കിലാണോ എഴുതേണ്ടത്? പോയിന്റ്സ് ആയിട്ടാണോ എഴുതേണ്ടത്? വൈറ്റമിൻസ് 4 എണ്ണം ഫാറ്റ് സോളബിൾ ആണെങ്കിൽ, സോറി ഞാൻ പറഞ്ഞുതരാമല്ലോ, എഴുതിക്കിട്ട് വരാം, അത്രേ ഉള്ളൂ. മിസ് ചാർട്ട് വരച്ച് എഴുതണം, അതെ ചുമ്മാ ബുക്കിൽ സാധനം നമ്മുടെ നോട്ട്ബുക്കിൽ വാട്ടർ സോലബിൾ ആണ് മിസ്. ജസ്റ്റ് വാട്ടർ സോലബിൾ ആയിട്ടുള്ളത് സിയും ബിയും അങ്ങനെ എഴുതിയാൽ മാത്രം മതിയോ? മതി. പറഞ്ഞു കൊടുക്കാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് സൈൻ ഔട്ട് ആരാ പറയണേ? ആരുമില്ലേ സൈൻ ഔട്ട് പറയാൻ? ആരുമില്ല.
സൈൻ ഔട്ട് പറയുന്ന ദിവസമൊന്നും ടീച്ചർമാർ പെട്ടെന്ന് പോവുകയാണ്, അതുകൊണ്ട് ആരും പ്രിപ്പയർഡ് അല്ല. അതിനകത്ത് പ്രിപ്പയർഡ് ആയിട്ടൊന്നുമില്ല. ഒരു താങ്ക് യു പറഞ്ഞാൽ മതിയോ മിസ്സേ? ഇത് നമുക്ക് ക്ലാസ് എടുത്തത് നമുക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസിന്റെയും ഒക്കെ കാര്യങ്ങളാണ്. പിന്നെ ഇത് ഇന്ന് നല്ലപോലെ ക്ലാസ്സിൽ മനസ്സിലാക്കി തന്നിട്ടുള്ള മിസ്സിന് താങ്ക് യു ഓൾ. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്.